ഹലോ ഡിയർ ഫ്രണ്ട്സ്, PSCയുടെ വിവിധ പരീക്ഷകൾക്ക് ഉതകുന്ന കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം, LDC, LGS മുതലായ എക്സാംസ്, KAS, +2 ഡിഗ്രി ലെവൽ എക്സാംസ്, റെയിൽവേ SI മുതലായ എക്സാംസ്, ബാങ്ക്, ഇങ്ങനെ പല പല എക്സാംസിനും വേണ്ട, UPSC എക്സാമിനും കൂടി വേണ്ട ജനറൽ നോളജാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ കവർ ചെയ്യുന്നത്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ റിവിഷൻ കൂടിയാണ്. അതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് കവർ ചെയ്യുന്നത്. ഞാൻ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും വീഡിയോ ചെയ്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. PSC പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ കണ്ടിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. 2010 ജൂൺ മുതൽ വേലുത്തമ്പി ദളവയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏത്? 2010 ജൂൺ മുതൽ വേലുത്തമ്പി ദളവയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു മ്യൂസിയം, സലാർജംഗ് മ്യൂസിയം, സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം, നേപ്പിയർ മ്യൂസിയം. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നേപ്പിയർ മ്യൂസിയമാണ്. 2010 ജൂൺ മുതൽ വേലുത്തമ്പി ദളവയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ആണ് നേപ്പിയർ മ്യൂസിയം. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ, ഹിന്ദുസ്ഥാൻ ടൈംസ്, മാതൃഭൂമി എന്നിവ സംയുക്തമായി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കൃതിക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള സമ്മാനം നേടിയതാര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ, ഹിന്ദുസ്ഥാൻ ടൈംസ്, മാതൃഭൂമി എന്നിവ സംയുക്തമായി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കൃതിക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള സമ്മാനം നേടിയത് ആര്? 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ടി പത്മനാഭൻ, MT വാസുദേവൻ നായർ, OV വിജയൻ, സേതു. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് MT വാസുദേവൻ നായരാണ്. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ, ഹിന്ദുസ്ഥാൻ ടൈംസ്, മാതൃഭൂമി എന്നിവ സംയുക്തമായി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കൃതിക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള സമ്മാനം നേടിയത് MT വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ. സോതി തിരുനാൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നിവരുടെ വരികൾ പിന്നണി ഗാനമായി അവതരിപ്പിച്ച മലയാള ചലച്ചിത്രമേത്? സോതി തിരുനാൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നിവരുടെ വരികൾ പിന്നണി ഗാനമായി അവതരിപ്പിച്ച മലയാള ചലച്ചിത്രം ഏത്? ഇവിടെയും 4 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾക്ക്. നിർമാല്യം, പരിണയം, സദയം, അമൃതം ഗമയ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിർമാല്യമാണ്. സോതി തിരുനാൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നിവരുടെ വരികൾ പിന്നണി ഗാനമായി അവതരിപ്പിച്ച മലയാള ചലച്ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാർ 2024 ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകൾ ഏതെല്ലാം? 2024 ഓർത്തോളണം. കേന്ദ്ര സർക്കാർ 2024 ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകൾ ഏതെല്ലാം? ഇവിടെയും 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ A എന്ന് പറയുന്നത് ബംഗാളി, മറാഠി, ഒഡിയ, സിന്ധി. ഓപ്ഷൻ B മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി. ഓപ്ഷൻ C അസമീസ്, ബോഡോ, നേപ്പാളി, ബംഗാളി. ഓപ്ഷൻ D എന്ന് പറയുന്നത് ഗുജറാത്തി, സിന്ധി, ബംഗാളി, ഒഡിയ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി. കേന്ദ്ര സർക്കാർ 2024 ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷകളാണ് മറാത്തി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോക്കനട്ട് രാമായണ എന്ന പ്രസിദ്ധമായ കാർട്ടൂണിൻ്റെ ശില്പിയാര്? കോക്കനട്ട് രാമായണ എന്ന പ്രസിദ്ധമായ കാർട്ടൂണിൻ്റെ ശില്പിയാര്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പോത്തൻ ജോസഫ്, ശങ്കർ പിള്ള, അബു എബ്രഹാം, BM ഗഫൂർ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ശങ്കർ പിള്ളയാണ്.
കോക്കനട്ട് രാമായണ എന്ന പ്രസിദ്ധമായ കാർട്ടൂണിൻ്റെ ശില്പി ശങ്കർ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. GSTയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഒന്നാമത്തെ വിവരം, ഭരണഘടനയിലെ 101 ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു രാജ്യം ഒരു നികുതി എന്നത് GSTയുടെ ആശയമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, GSTയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് 26%. നാലാമത്തെ ഓപ്ഷൻ, GSTയുടെ 50% കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഓപ്ഷൻ മാത്രം ശരി. ബി എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവന മാത്രം ശരി. സി എന്ന് പറയുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന ശരി. ഡി എന്ന് പറയുന്നത് 1 മാത്രം ശരി എന്നുള്ളതാണ്. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയിട്ട് ആൻസർ പറയാം. GSTയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഇവിടെ 4 വിവരങ്ങളാണ്, 4 പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതിൽ പ്രസ്താവന 1 എന്നുവെച്ചാൽ വിവരം 1, ഭരണഘടനയിലെ 101 ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരു രാജ്യം ഒരു നികുതി എന്നത് GSTയുടെ ആശയമാണ്. മൂന്നാമത്തെ പ്രസ്താവന, GSTയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് 26%. നാലാമത്തെ പ്രസ്താവന, GSTയുടെ 50% കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു. ഇതിൽ ശരി അല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നതാണ് ക്വസ്റ്റ്യൻ. ശരി അല്ലാത്ത. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കാം. ഭരണഘടനയിലെ 101 ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടതാണ് എന്നത് കറക്റ്റാണ്. GSTയുമായി ബന്ധപ്പെട്ടതാണ് 101 ഭേദഗതി. അതുപോലെ ഒരു രാജ്യം ഒരു നികുതി എന്നത് GSTയുടെ ആശയമാണ് എന്നതും കറക്റ്റാണ്. മൂന്നാമത്തെ പ്രസ്താവനയായ GSTയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് 26% എന്നുള്ളത് തെറ്റാണ്. അത് GSTയുമായി ബന്ധപ്പെട്ട് 26% അല്ല GSTയിലെ ഏറ്റവും ഉയർന്ന നിരക്കെന്ന് പറയുന്നത്. GSTയുടെ 50% കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു, അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശരി അല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. GSTയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് 26% എന്നതാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രതിവർഷം എത്ര രൂപയിലധികം വിറ്റുവരവുള്ള വ്യാപാരികളാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. പ്രതിവർഷം എത്ര രൂപയിലധികം വിറ്റുവരവുള്ള വ്യാപാരികളാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, 17 ലക്ഷം രൂപ. ഇവിടെ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ. അപ്പോൾ പ്രതിവർഷം 20 ലക്ഷം രൂപയിലധികം വിറ്റുവരവുള്ള വ്യാപാരികളാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തേണ്ടത്. 20 ലക്ഷം രൂപയിലധികം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് 1966 മുംബൈയിൽ രൂപമെടുത്ത സംഘടന ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് 1966 മുംബൈയിൽ രൂപമെടുത്ത സംഘടന ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കൺസ്യൂമർ ഫെഡറേഷൻ, ഇന്ത്യൻ കൺസ്യൂമർ ജസ്റ്റിസ് ലീഗ്, ലീഗ് ഫോർ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ നമ്മൾക്ക് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് 1966 മുംബൈയിൽ രൂപമെടുത്ത സംഘടന ഏത്?
ഈ 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് കറക്റ്റ് ആൻസർ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്കിനെ പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സ്ഥാപിതമായി. 4 വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വിവരമാണ് ഞാൻ വായിച്ചത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സ്ഥാപിതമായി. 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ നിലവിൽ വന്നു. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റി. 1950 റിസർവ് ബാങ്കിനെ ദേശസാത്കരിച്ചു. ഇതിൽ ഈ 4 പ്രസ്താവന തന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നതാണ് ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. റിസർവ് ബാങ്കിനെ പറ്റിയുള്ള ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. അതിലെ പ്രസ്താവന 1, 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സ്ഥാപിതമായി. അത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ നിലവിൽ വന്നു. അതും ശരിയാണ്. റിസർവ് ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ശരിയാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റി. അതും കറക്റ്റാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റി എന്നതും കറക്റ്റാണ്. അടുത്ത പ്രസ്താവന 1950 റിസർവ് ബാങ്കിനെ ദേശസാത്കരിച്ചു. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏവ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നിട്ടുള്ള 3 പ്രസ്താവനകളും 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രധാന സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രധാന സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് 1ാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്നു. 2ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യ പ്രഥമ ആണവ പരീക്ഷണം നടത്തി. 3ാമത്തേത് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചു. 4ാമത്തേതെന്ന് പറയുന്നത് IRDP പദ്ധതി ആരംഭിച്ചു. ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടുന്നവ, പ്രധാന സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രധാന സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പോൾ നമ്മൾക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 1ാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്നു 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. അത് ശരിയാണ്. ഇന്ത്യ പ്രഥമ ആണവ പരീക്ഷണം നടത്തി 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. അതും കറക്റ്റാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചു 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. അതും കറക്റ്റാണ്. IRDP പദ്ധതി ആരംഭിച്ചു. അത് തെറ്റാണ്. 4ാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ല IRDP പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ഓപ്ഷൻ 1, 2, 3 ശരി. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുള്ളത് 1, 2, 3 ശരി, 1, 2, 3, 4 ശരി, 2, 3, 4 ശരി, 1, 3, 4 ശരി. അതിൽ ഇവിടുത്തെ ഓപ്ഷൻ എ 1, 2, 3 ശരി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വിവരങ്ങളുടെ കൂട്ടം, ട്രേസ് ഓഫ് ഇൻഫർമേഷൻ, എങ്ങനെ അറിയപ്പെടുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന വിവരങ്ങളുടെ കൂട്ടം, അതിനെയാണ് നമ്മൾ ട്രേസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ അറിയപ്പെടുന്നു? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സൈബർ സ്വത്വം, ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്, ഡിജിറ്റൽ ഐഡൻറ്റിറ്റി, സൈബർ സ്പേസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സൈബർ സ്വത്വം, ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്, ഡിജിറ്റൽ ഐഡൻറ്റിറ്റി, സൈബർ സ്പേസ്. ഇതിലെ ട്രേസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ആണ്. ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ നമ്മൾക്ക് 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. പ്രസ്താവന 1, ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ എന്നിവയ്ക്കുള്ള അർത്ഥമായ തലമാണ് മെറ്റാവേഴ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വലിയൊരു വെർച്വൽ ലോകമായി മെറ്റാവേഴ്സ് പ്രവർത്തിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉപയോക്താവിൻ്റെ സാന്നിധ്യം അവതാറുകളിലൂടെയാണ് മെറ്റാവേഴ്സിൽ സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയാൽ മെറ്റാവേഴ്സ് പ്രവർത്തിക്കുന്നതല്ല. ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരി അല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ്. ഇതിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത് നോക്കിയെടുക്കണം. പ്രസ്താവന എ, ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ എന്നിവയ്ക്കുള്ള അർത്ഥമായ തലമാണ് മെറ്റാവേഴ്സ്. അത് കറക്റ്റാണ്, ശരിയാണ്. രണ്ടാമത്തേത് വലിയൊരു വെർച്വൽ ലോകമായി മെറ്റാവേഴ്സ് പ്രവർത്തിക്കുന്നു, അതും ശരിയാണ്. ഉപയോക്താവിൻ്റെ സാന്നിധ്യം അവതാറുകളിലൂടെയാണ് മെറ്റാവേഴ്സിൽ സൂചിപ്പിക്കുന്നത്, അതും ശരിയാണ്. നിർമ്മിത ബുദ്ധിയിൽ മെറ്റാവേഴ്സ് പ്രവർത്തിക്കുന്നില്ല, അതാണ് ശരി അല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധിയിൽ മെറ്റാവേഴ്സ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നിർമ്മിത ബുദ്ധിയിൽ മെറ്റാവേഴ്സ് പ്രവർത്തിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. NFT എന്നതിൻ്റെ മുഴുവൻ രൂപമെന്ത്? NFT എന്നതിൻ്റെ മുഴുവൻ രൂപമെന്ത്? ഇവിടെ 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ന്യൂ ഫങ്ഷണൽ ടൈം, നോൺ ഫംഗിബിൾ ടോക്കൺ, മൂന്നാമത്തെ ഓപ്ഷൻ നോൺ ഫങ്ഷണൽ ടിക്കറ്റ്, നാലാമത്തേത് ന്യൂ ഫോർമേഷൻ ടാലി. ഇതിൽ NFT എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. NFT എന്ന് പറഞ്ഞാൽ നോൺ ഫംഗിബിൾ ടോക്കൺ, അതാണ് NFT, നോൺ ഫംഗിബിൾ ടോക്കൺ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ ക്രിപ്റ്റോ കറൻസിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ക്രിപ്റ്റോ കറൻസിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ, എത്തേറിയം, ലൈറ്റ് കോയിൻ, ഫ്ലെയിം ടോക്കൺ. ഇതിൽ ക്രിപ്റ്റോ കറൻസിക്ക് ഉദാഹരണം അല്ലാത്തത് എന്ന് പറയുന്നത് ഫ്ലെയിം ടോക്കണാണ്. അല്ലാത്തത് ഫ്ലെയിം ടോക്കൺ. ഇവിടെ ബിറ്റ്കോയിൻ, എത്തേറിയം, ലൈറ്റ് കോയിൻ ഇതെല്ലാം ക്രിപ്റ്റോ കറൻസിക്ക് ഉദാഹരണമാണ്. ഫ്ലെയിം ടോക്കൺ മാത്രമാണ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന ഭയം മൂലം മെഡിക്കൽ വിവരങ്ങൾക്കായി ഓൺലൈനിൽ ഭ്രാന്തമായി തിരയുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെ? രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന ഭയം മൂലം മെഡിക്കൽ വിവരങ്ങൾക്കായി ഓൺലൈനിൽ ഭ്രാന്തമായി തിരയുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെ? 4 ആൻസർ തന്നിട്ടുണ്ട്. നോമോഫോബിയ, സൈബർ കോൺട്രിയ, ഫോമോ, ടെക്നക്. ഇതിൽ ഭയം മൂലം മെഡിക്കൽ വിവരങ്ങൾക്കായി ഓൺലൈനിൽ ഭ്രാന്തമായി തിരയുന്നതിനെ പറയുന്നത് സൈബർ കോൺട്രിയ എന്നാണ്. സൈബർ കോൺട്രിയ, ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പേടിച്ച് ഇൻ്റർനെറ്റിൽ പരതുകയാണ്, ഭ്രാന്തമായി പരതുകയാണ്, അതാണ് സൈബർ കോൺട്രിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവശിഷ്ടാധികാരം എന്ന ആശയത്തെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അവശിഷ്ടാധികാരം എന്ന ആശയത്തെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണിത്. രണ്ടാമത്തെ പ്രസ്താവന കാനഡയിൽ നിന്നാണ് ഈ ആശയം ഇന്ത്യ കടമെടുത്തത്. മൂന്നാമത്തെ പ്രസ്താവന സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ്. നാലാമത്തെ പ്രസ്താവന കേന്ദ്രത്തിനാണ് ഈ വിഷയത്തിൽ നിയമനിർമ്മാണ അധികാരം. ഇതിൽ അവശിഷ്ടാധികാരം എന്ന ആശയത്തെപ്പറ്റി ശരി അല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കിവിടെ നോക്കാം. ഓരോ പ്രസ്താവനയായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവശിഷ്ടാധികാരം എന്ന ആശയത്തെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന നോക്കാം.
ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണിത്. അല്ല. അപ്പോൾ അതൊരു ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണ് എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾക്ക് അവശിഷ്ടാധികാരം എന്ന ആശയത്തെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവനയിൽ ഒന്നാമത് ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണിത് എന്ന് കിട്ടും. അപ്പോൾ അത് ശരിയല്ലാത്ത പ്രസ്താവന ഒന്നാമത് കിട്ടി. രണ്ടാമത്തത് കാനഡയിൽ നിന്നാണ് ഈ ആശയം ഇന്ത്യ കടമെടുത്തത്. അത് ശരിയല്ലാത്ത പ്രസ്താവന അല്ല, അത് ശരിയാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിന് ഉദാഹരണമാണ്, അതും ശരിയാണ്. കേന്ദ്രത്തിനാണ് ഈ വിഷയത്തിൽ നിയമനിർമ്മാണാധികാരം, അതും ശരിയാണ്. അപ്പോൾ ഇതിവിടെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയമാണിത് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെയും 4 പ്രസ്താവന നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഭരണഘടന ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഭാഗം 18 അനുച്ഛേദം 368, 369 എന്നിവയാണ് ഭേദഗതി വ്യവസ്ഥകൾ. പ്രസ്താവന 3 എന്ന് പറയുന്നത് ഭാഗം 19 അനുച്ഛേദം 367, 368 എന്നിവയാണ് ഭേദഗതി വ്യവസ്ഥകൾ. നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഭാഗം 21 അനുച്ഛേദം 360 ഭേദഗതി വ്യവസ്ഥകൾ. ഈ 4 പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഭരണഘടന ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ, അത് മാത്രമാണ് ശരിയായ പ്രസ്താവന. ഭരണഘടനാ ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി, അതാണ് കറക്റ്റ്. ഇനി കറക്റ്റ് അല്ലാത്ത പ്രസ്താവനകൾ ആണെങ്കിൽ ഞാൻ താഴെ വായിക്കാം. ഭാഗം 18 അനുച്ഛേദം 368, 369 എന്നിവയാണ് ഭേദഗതി വ്യവസ്ഥകൾ എന്നുള്ളത് ശരിയല്ല. ഭാഗം 19 അനുച്ഛേദം 367, 368 എന്നിവയാണ് ഭേദഗതി വ്യവസ്ഥകൾ എന്നുള്ളത് ശരിയല്ല. ഭാഗം 21 അനുച്ഛേദം 360 ഭേദഗതി വ്യവസ്ഥകൾ എന്നുള്ളതും ശരിയല്ല. ശരിയെന്ന് പറയുന്നത് ഭരണഘടനാ ഭാഗം 20 അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളുടെ മുൻഗണനാക്രമത്തിലെ മുകളിൽ നിന്ന് താഴേക്കുള്ള ശരിയായ ക്രമമേത്? മുകളിൽ നിന്ന് താഴേക്കുള്ള ശരിയായ ക്രമമേത്? ചുവടെ പറയുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളുടെ മുൻഗണനാക്രമത്തിലെ ടേബിൾ ഓഫ് പ്രസിഡൻസ് മുകളിൽ നിന്ന് താഴേക്കുള്ള ശരിയായ ക്രമമേത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി, ഭാരതരത്ന ജേതാക്കൾ, പ്രധാനമന്ത്രി. ഇതിൽ ഔദ്യോഗിക സ്ഥാനങ്ങളുടെ മുൻഗണനാക്രമത്തിലെ ശരിയായ ക്രമം, മുകളിൽ നിന്ന് താഴോട്ടുള്ള ശരിയായ ക്രമം എന്ന് പറയുന്നത് രാഷ്ട്രപതി ഏറ്റവും മുകളിൽ വരും. രാഷ്ട്രപതി, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയാണ് വരുന്നത്. 4ാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ് 2ാമത് വരുന്നത്. അടുത്ത മുൻ രാഷ്ട്രപതിയാണ് 3ാമത് വരുന്നത്. പിന്നെ അതും കഴിഞ്ഞ് 4ാമത്തെ സ്ഥാനം ഭാരതരത്ന ജേതാക്കൾക്കാണ്. അപ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുൻ രാഷ്ട്രപതി, ഭാരതരത്ന ജേതാക്കൾ, ആ ഓർഡറിലാണ് ഔദ്യോഗിക സ്ഥാനങ്ങളുടെ മുൻഗണനാക്രമം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. 2ാമത്തെ പ്രസ്താവന ഭരണഘടന അനുച്ഛേദം 210 അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടതാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെ പ്രസ്താവന നിയമസഭാ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അധികാരമുണ്ട്.
നാലാമത്തെ പ്രസ്താവന, അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ഇതിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ പ്രസ്താവന നോക്കാം. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് അത് സാറ്റിസ്ഫൈഡ് അല്ല. ക്വസ്റ്റ്യൻ ശരിയല്ലാത്തത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇത് പക്ഷേ ശരിയാണ്. അതുകൊണ്ട് നമ്മളുടെ ആൻസർ അതല്ല. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഭരണഘടന അനുച്ഛേദം 210 അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടതാണ്. അത് ശരിയല്ല. ശരിയല്ലാത്ത പ്രസ്താവനയാണ് അത്. ഭരണഘടന അനുച്ഛേദം 210 അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടതല്ല. അതാണ് ബന്ധപ്പെട്ടതാണെന്ന് തന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്മളുടെ തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിയമസഭാ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അധികാരമുണ്ട്. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് അത് സാറ്റിസ്ഫൈഡ് അല്ല. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അതും കറക്റ്റാണ്. അതുകൊണ്ട് നമ്മളുടെ ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് നമ്മളുടെ ക്വസ്റ്റ്യനിലെ ശരിയല്ലാത്ത പ്രസ്താവനയ്ക്ക് അത് ചേരില്ല. ശരിയല്ലാത്ത പ്രസ്താവന ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം 210 അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയിലെ വിവിധ പട്ടികകൾ, വിഷയങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ഭരണഘടനയിലെ വിവിധ പട്ടികകൾ, വിഷയങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ഓരോ പട്ടികയ്ക്കും ചേർന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. ഇവിടെ 4 പേർ തന്നിട്ടുണ്ട്. 12ാം പട്ടിക മുനിസിപ്പാലിറ്റികൾ, 11ാം പട്ടിക പഞ്ചായത്തുകൾ, 10ാം പട്ടിക സഹകരണ സംഘങ്ങൾ, 8ാം പട്ടിക ഔദ്യോഗിക ഭാഷകൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയുമാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ജോഡികൾ. അതിൽ ശരിയായ ജോഡികൾ ഏവ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. 12ാം പട്ടിക മുനിസിപ്പാലിറ്റികൾ, അത് ശരിയാണ്. അപ്പോഴും ഒന്നാമത്തെ ജോഡി ശരിയാണ്. 12ാം പട്ടിക മുനിസിപ്പാലിറ്റികൾ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 11ാം പട്ടിക പഞ്ചായത്തുകൾ, അതും കറക്റ്റാണ്. 12ാം പട്ടിക മുനിസിപ്പാലിറ്റികളാണ്, 11ാം പട്ടിക പഞ്ചായത്തുകളാണ്, അതും ശരിയാണ്. അടുത്ത മൂന്നാമത്തെ ജോഡികളെന്ന് പറയുന്നത് 10ാം പട്ടിക സഹകരണ സംഘങ്ങൾ, അത് ശരിയല്ല, അത് തെറ്റാണ്. സഹകരണ സംഘങ്ങൾ 10ാം പട്ടികയല്ല, അത് തെറ്റാണ്. അടുത്ത് 8ാം പട്ടിക ഔദ്യോഗിക ഭാഷകൾ, അത് കറക്റ്റാണ്. 8ാം പട്ടിക തന്നെയാണ് ഔദ്യോഗിക ഭാഷകൾ. അപ്പോൾ ഇവിടെ ശരിയായ ജോഡികൾ എടുക്കാൻ പറയുമ്പോൾ നമ്മൾക്ക് 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും ജോഡികളാണ് ശരിയായി വരുന്നത്. 12ാം പട്ടിക മുനിസിപ്പാലിറ്റികൾ, 11ാം പട്ടിക പഞ്ചായത്തുകൾ, 8ാം പട്ടിക ഔദ്യോഗിക ഭാഷകൾ, ഇത് മൂന്നുമാണ് കറക്റ്റായിട്ട് നമ്മൾക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ ഭാഗങ്ങളെ വേർതിരിക്കുന്ന ഭൂചലനീയ വിച്ഛിന്നതകൾ ചുവടെ ചേർക്കുന്നു. ഇവിടെ 3 ഭൂചലനീയ വിച്ഛിന്നതകൾ 3 തന്നിട്ടുണ്ട്. മോഹ്റോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി, ഭൂവൽക്കം, മാൻഡിൽ. കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, സിയാൽ, സീമ. ഗുട്ടൻബർഗ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂറ്റി, മാൻഡിൽ, അകക്കാമ്പ്. ഇതിൽ ശരിയായ ജോഡികൾ ഏവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ ഭാഗങ്ങളെ വേർതിരിക്കുന്ന ഭൂചലനീയ വിച്ഛിന്നതകൾ ചുവടെ നൽകുന്നു. അതിൽ 1 മോഹ്റോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി, അത് ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്നതാണ്. രണ്ടാമത് തന്നിരിക്കുന്നത് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, അത് സിയാൽ, സീമ വേർതിരിക്കുന്നതാണ്. 3 ഗുട്ടൻബർഗ് വിച്ചാർഡ് ഡിസ്കണ്ടിന്യൂറ്റി, അത് മാൻഡിൽ, അകക്കാമ്പ് എന്നിവ വേർതിരിക്കുന്നതാണ്. ഇതിൽ ശരിയായ ജോഡികൾ ഏവ എന്നതാണ് ക്വസ്റ്റ്യൻ.
ഇതിൽ ശരിയായ ജോഡികൾ ഇത് മൂന്നും ശരിയായ ജോഡികൾ തന്നെയാണ്. ഈ 1, 2, 3 ഇത് മൂന്നും ശരിയായ ജോഡികൾ തന്നെയാണ്. മോഹറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കും. കോൺട്രാ ഡിസ്കണ്ടിന്യൂറ്റി സിയാൽ സീമ വേർതിരിക്കും. കുട്ടൻബർഗ് വിച്ചാർട്ട് ഡിസ്കണ്ടിന്യൂറ്റി മാൻഡിൽ അകക്കാമ്പ് വേർതിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുൾ വാച്ച് ചെയ്ത് എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക് യു.